ആവനി പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ നന്നായി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. വേദവതി അമ്മേ, ആരാ ഈ പെൺകുട്ടി? അതിഥിയായി ഞങ്ങളുടെ വീട്ടിൽ കാലുവെച്ചവളാ. അതിനുശേഷം ഞങ്ങൾ ഇവള് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആശ്രയം തന്ന എന്നെ ആദരിച്ച കുടുംബത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ പേരക്കുട്ടിയായിട്ട് കാവ്യയുടെ സ്ഥാനത്ത് പെണ്ണ് കാണലിന് ഒന്നിരിക്കണം മോളെ. നീ ഇവിടുത്തെ മകളായിട്ട് അവിടെ ഇരുന്ന എല്ലാ പ്രശ്നം തീർന്നോളും. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം ഇല്ലാതാവും. ആ വിധത്തില് അതിഥിയുമായി ഒരാത്മബന്ധമുണ്ടായി. ഒരു വശത്ത് നിങ്ങളുടെ ജാതകത്തിലുള്ള പെൺകുട്ടി, മറ്റൊരു വശത്ത് നിങ്ങളുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ത്യജിക്കുന്ന മറ്റൊരു പെൺകുട്ടി. ഇവരിൽ ആരാ നിങ്ങളുടെ മരുമകളാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അനുവാദം തരണം, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. തിരുമേനി, പറഞ്ഞോളൂ അമ്മേ. ജയമ്മ മേഡം നമ്മുടെ ആചാരങ്ങളെ ആദരിച്ചിട്ടാ തിരിച്ചുപോയത്. നമ്മുടെ ആചാര സമ്പ്രദായങ്ങൾക്ക് എപ്പോഴും നല്ല സ്ഥാനം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ. ആയിക്കോട്ടെ അമ്മേ. അതുകൂടാതെ മറ്റൊരു കാര്യം. പറഞ്ഞോളൂ അമ്മേ. അവന് എവിടെയാണെങ്കിലും അവിടെയുള്ള എല്ലാവരെയും മയക്കി നല്ലവളെന്ന് പേര് വാങ്ങി നിനക്കൊരു വിലയും ഇല്ലാതാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ കണ്ടില്ലേ നീ? ആ ജയമ്മയെ പോലൊരു സ്ത്രീ അവള് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവള് ചില്ലറക്കാരിയല്ല. ചിലപ്പോ വീട്ടിലെ മരുമകളാവുമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പോയത്. എന്താ കുശുകുശുക്കുന്നത്? അത് കാര്യമായിട്ടൊന്നുമില്ലമ്മേ. നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം അമ്മയെ സാക്ഷി നിർത്തി ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയാം. ആവനി നമ്മുടെ കുടുംബാഭിമാനം ഒത്തിരി തവണ സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് ആവനിയെ എന്റെ മരുമകളാക്കാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാ, എനിക്കാണെങ്കിലും എന്റെ വംശത്തിനാണെങ്കിലും എന്റെ ഗ്രാമത്തിനാണെങ്കിലും ജാതകമാണ് പ്രധാനം. മരുമകളാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവളുടെ ലക്ഷണം കണ്ട് എപ്പോഴേ ഞാൻ എന്റെ മരുമകളാക്കിയനെ. ഇനി പ്രസാദ് ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, അവള് ചെറുപ്പം തൊട്ടേ ഒരുപാട് ദേവാലയങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവം കൊണ്ടാണ് അമ്മയുടെ പ്രസാദം ഞാൻ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കിയത്. എന്നാൽ അതുകൊണ്ട് മാത്രം ജയമ്മ മേഡം പറഞ്ഞ പോലെ മരുമകളാക്കാനുള്ള അർഹത അവൾക്ക് ലഭിച്ചതുപോലെയല്ല. നോക്കൂ തിരുമേനി, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയല്ല. നിഹാരികയുടെയും ശ്രീയുടെയും കല്യാണം നടത്തി നമ്മുടെ രീതികളെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ച ശേഷമേ അവൾ ഈ ഗ്രാമത്തിൽ ഇനി കാലുവെക്കൂ. അത്രയും കാലം ഇനി യാതൊരുവിധ സംശയവും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാണ്. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. രണ്ടുപേർക്കും നമ്മുടെ അമ്മയുടെ ആശീർവാദം വേണം. തിരുമേനി, അമ്മയുടെ കുങ്കുമം തന്നാലും.
ശ്രീകർ, നിഹാരികയെ നീ പൊട്ട് തൊടിച്ചു കൊടുക്ക. എന്തിനാ അമ്മ ഇത്? നിഹാരികയെ ഇവിടുത്തെ മകളായി അമ്മ ആശീർവദിക്കാൻ വേണ്ടി. ഇത് തൊടിക്ക് ശ്രീകർ. പൊട്ട അമ്മ തന്നെ തൊടുന്നതല്ലേ നല്ലത്? ശ്രീകർ, അമ്മ പറയുന്നത് ചെയ്യ. വേദവതി അമ്മ പറഞ്ഞതുപോലെ ഭാവി ദമ്പതികൾക്ക് അമ്മയുടെ ആശീർവാദം ശ്രീരാമരക്ഷ പോലെയാണ് മോനെ. പൊട്ടു തൊടിക്ക് മോനെ. എന്റെ മനസ്സിന് വലിയൊരു റിലീഫ് കിട്ടുന്ന കാര്യം അമ്മ ചെയ്ത്. താങ്ക് യു സോ മച്ച്. ഈ ഗ്രാമത്തിന്റെ ക്ഷേമത്തിന് കാരണമാകാൻ പോകുന്നവളല്ലേ നീ. അങ്ങനെയുള്ള നിനക്ക് പിന്നെ സന്തോഷമില്ലെങ്കിൽ എങ്ങനെയാ? ഞങ്ങൾ പോയി വരാൻ തിരുമേനി. അങ്ങനെ ആവട്ടെ അമ്മേ. വരൂ. ഓരോരോ പൊട്ട സമ്പ്രദായങ്ങള്. ഇത്രയും നേരം ഒരു AC പോലും ഇല്ലാതെ ഇത്രയും ആൾക്കാർക്കിടയിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാ. അതിന്റെ കൂടെ കൂനുമ കുരു പോലൊരു പൊട്ടും കൂടെ. നിഹാരികയ്ക്ക് പൊട്ടു തൊടിക്ക് ശ്രീകർ. നിഹാരികയെ നിന്റെ ഭാര്യയായി അമ്മ ആശീർവദിക്കുന്നതിന് വേണ്ടി. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു നീ കണ്ടു. തപസ് ചെയ്യുന്ന ഋഷിമാരെ ദുഷ്ടശക്തികളെ ശല്യം ചെയ്യുന്ന പോലെ
നമ്മുടെ ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്ന ഓരോ തവണയും എന്തൊക്കെ ശകുനങ്ങൾ നേരിടേണ്ടി വന്നാലും ഏറ്റവും അവസാനം എല്ലാവരും അവിടുന്ന് വിജയിച്ചിട്ടാ തിരിച്ചു വരാറ്. അതെല്ലാം അന്നപൂർണ ദേവിയുടെ ദയ. അമ്മയുടെ ആശീർവാദത്തോടൊപ്പം എന്റെ അമ്മയുടെ ആശീർവാദവും അതിന് കാരണമാ. അകത്തേക്ക് പോകാം, വരൂ. ഒരു മിനിറ്റ് അങ്കിൾ. എന്തു പറ്റി മോളെ? എന്തോ ഒരു ദുർനിമിത്തം നടന്നതുപോലെയുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ ദുർനിമിത്തം എന്നൊക്കെ പറയുന്നത് എന്താ മോളെ? നിഹാരിക്ക് കാരണം അത് സംഭവിച്ചേ. വാട്ട്? നിഹാരിക എന്ത് ചെയ്തെന്നാ? എന്തെങ്കിലും പറഞ്ഞ് അപമാനിച്ചില്ലെങ്കിൽ മനഃശാന്തി കിട്ടില്ലെന്നാ തോന്നുന്നത്. എന്താ ഉണ്ടായതെന്ന് പറ മോളെ. പൊട്ട് എവിടെ പോയി നിഹാരിക? കൂനുമെ കുരു പോലൊരു പൊട്ടും കൂടെ. ഛെ. ഓ, അതമ്മേ, അത് തന്നെ. ആന്റി അമ്മയുടെ സമക്ഷത്തിൽ വെച്ച് വളരെ പവിത്രമായൊരു പൊട്ടു തടിയിപ്പിച്ചില്ലേ? അതെന്തായി? വേറൊന്നും കിട്ടാത്തത് കൊണ്ട് പൊട്ടുമാച്ചത് വലിയ കാര്യമാക്കി എന്നെ പെടുത്താൻ നോക്കൂ ഇവള്. അപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു ഫോർമാലിറ്റിക്ക് തൊടിയിപ്പിച്ചു. അതിനുശേഷം ഇഷ്ടമില്ലാഞ്ഞിട്ട് മായ്ച്ചു കളഞ്ഞതാണല്ലേ? അയ്യോ, അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? വീട്ടിലെത്തുന്നവരെ അതെനിക്ക് എന്റെ നെറ്റി തന്നെ വെച്ചാ മതിയായിരുന്നു. ഇതൊന്നും ഒരിക്കലും അമ്മ ക്ഷമിച്ചെന്ന് വരില്ല. ഇത് ചെയ്തത് ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചേനെ. അടിക്കാനുള്ള ഹിന്റ് കൊടുക്കുകയാണോ കുഞ്ഞളിയ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ചേട്ടനെയും എന്നെയൊക്കെ അടിച്ചിട്ടില്ലേ? അയ്യോ, അനാവശ്യമായിട്ട് മായ്ച്ചു കളഞ്ഞല്ലോ. പൊട്ടെവിടെ പോയി? ഞാൻ ചോദിച്ചത് നിന്നോടാ. അത് പിന്നെ അമ്മ. നീ മനഃപൂർവ്വം മാച്ചു കളഞ്ഞതാണോ? അമ്മയുടെ സമക്ഷത്തിൽ വെച്ച് തൊട്ട ആ പൊട്ടിന് എത്രമാത്രം മൂല്യമുണ്ടെന്ന് നിനക്കറിയില്ലേ? കുട്ടിക്കളിയാണെന്നാണോ കരുതിയത്? ഇത്തരം തെറ്റുകളെ ഞാൻ ക്ഷമിക്കില്ല. എന്തു പറ്റി നിഹാരിക? നിന്റെ അമ്മായിമ്മ കരണക്കുറ്റി അടിച്ചു പൊളിക്കുന്നതിന്റെ വിഷുല് നിനക്ക് കിട്ടിയോ? അയ്യം, അങ്ങനത്തെ ഒന്നും അല്ല. പൊട്ടെവിടെ പോയി മോളെ? അത് അത് വിയർത്തപ്പോ മാഞ്ഞു പോയതാന്ന് തോന്നുന്നമ്മേ. വിയർത്ത പൊട്ടു മാഞ്ഞു പോകുന്നത് സർവ്വസാധാരണമല്ലേ? ഇത്രയും ചെറിയ കാര്യത്തിന് ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ പൊട്ടിന്റെ മഹത്വം അറിയുന്നവര് ഇങ്ങനെ സംസാരിക്കില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ വെച്ച് എനിക്ക് നല്ല ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടെന്ന അർത്ഥം. അതെ അതെ, നീ പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കും. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അമ്മ പരിചയപ്പെടുത്തിയതല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും പൊരുത്തം കണ്ട് ജനങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞ പോലെയുണ്ട്. പൊട്ടിനെ കുറിച്ചും ദൃഷ്ടിയെക്കുറിച്ചും ഇത്ര വലിയ കാര്യമാക്കി സംസാരിക്കുന്നത് എന്തിനാ? വന്നേ വാ പോവാം. ദൃഷ്ടി എടുക്കാതെ ഭാവി ദമ്പതികള് വീട്ടില് കാല് വെക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ദൃഷ്ടി ഒഴിയുന്നതാണ് നല്ലത്. ഞാൻ പോയത് തയ്യാറാക്കിയിട്ട് വരാം. എല്ലാവരും ഉമ്മറത്തേക്ക് വാ.
അതെന്തോ വിയർത്തപ്പോ മാഞ്ഞതാണെന്നല്ലേ പറഞ്ഞേ? ഇനി അതൊന്നും വേണ്ടമ്മേ, അതിന്റെ ഒരാവശ്യവും ഇല്ല. അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എത്ര വിശ്വാസം ഉണ്ടെന്ന് നിനക്കറിയില്ലേ ശ്രീകർ? നീ എന്തിനാ തടസ്സം പറയുന്നേ? അതെ ശ്രീകർ, ദോഷം സംഭവിക്കുമെന്ന സൂചന ലഭിക്കുമ്പോ അതിന് പരിഹാരം കാണുന്നതല്ലേ നല്ലത്. വേദ, നീ ചെല്ല്. ഒന്ന് നിക്കണേ അമ്മേ. എന്താ മോളെ? അമ്മയ്ക്ക് വേറെ എതിർപ്പൊന്നും ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ദൃഷ്ടി ഒഴിയിപ്പിച്ചൂടെ? ആവനി എന്തിനാ ചെയ്യുന്ന നിഹാരിക? അവന് നല്ല കുട്ടിയാണെന്നും അവനിക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്നും നമ്മുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലേ ശ്രീകരേട്ടാ. അതുകൊണ്ട് അവള് ദൃഷ്ടി ഒഴിഞ്ഞു തന്നാ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ ഏട്ടാ. അതിനേക്കാളും നല്ലത് അമ്മ ചെയ്യുന്നതാ. ആവനി ഇതൊന്നും ചെയ്യണ്ട. അങ്ങനെയല്ല ഏട്ടാ, അവന് ദൃഷ്ടിയെടുക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടെന്നാ പൊട്ടിന്റെ കാര്യം ആദ്യം കണ്ടെത്തിയത് അവന് തന്നെയല്ലേ. തെറ്റുകൾ കണ്ടെത്തുന്നവര് തന്നെ ആ തെറ്റുകൾ ഇല്ലാതാക്കുന്നതായിരിക്കും നല്ലതമ്മേ. 100% അതാ ശരി. നിഹാരികയുടെ ആഗ്രഹം പോലെ ചെയ്യിപ്പിച്ചോളൂ അമ്മേ. മോളെ അവനി, നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എടുക്കാൻ പറയുന്നത് ദൃഷ്ടിയല്ലേ, മലയോ 10 കിലോ അരിയൊന്നും അല്ലല്ലോ. അവൾക്കെന്ത് ബുദ്ധിമുട്ട്? അവൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റുക അളിയ? എല്ലാം സഹിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാൻ പറ്റൂ. നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്നേ. മോളെ അവനി, വേദവതി റിക്വസ്റ്റ് ചെയ്തതല്ലേ, പറ്റില്ലെന്ന് പറയില്ലെന്നോ ഞങ്ങളുടെ പ്രതീക്ഷ. ബുദ്ധിമുട്ടൊന്നും തോന്നാതെ വേഗം ദൃഷ്ടി എടുക്കും മോളെ. അകത്തേക്ക് പോവാം. നിന്റേത് വളരെ നല്ല കൈകളാ, എതിര് പറയരുത്. നമുക്ക് ഉമ്മറത്തേക്ക് നടക്കാം. ഒന്ന് അടുത്തേക്ക് വാ ശ്രീകരേട്ടാ. എന്നെ ഒരു പരിചയമില്ലാത്ത പോലെ ഇങ്ങനെ മാറി മാറി നിന്നാൽ എങ്ങനെയാ? ദൃഷ്ടി എടുക്കും മോളെ. നിക്ക്. ഇനി എന്താ പ്രശ്നം? ദൃഷ്ടി എടുക്കുന്നത് ഇങ്ങനെയാണോ? നായ്ക്കണ്ണ്, നരിക്കണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട എടുക്കാനായിട്ട്? ശരിയാണല്ലോ. എന്താ നീ അങ്ങനെ നോക്കുന്നേ? ലാവണ്യ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യ്. നായ്ക്കണ്ണ്, നരിക്കണ്ണ്, നാട്ടുകാരുടെ കണ്ണ്, ഗ്രാമത്തിലുള്ളവരുടെ കണ്ണ്, വീട്ടുകാരുടെ കണ്ണ് ഒന്നും പെടാതിരിക്കട്ടെ. Thank you so much, Avani.
ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞില്ലേ, ഇനി അത് കളഞ്ഞിട്ടോ. മോള് കയറും മോളെ.